നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കരയണ്ടോ? അതെ, മോളോട് മോളുടെ മുത്തശ്ശിക്ക് ഒരു ദേഷ്യവും ഇല്ലട്ടോ. നിന്റെ അമ്മയോടും ഇല്ലടാ. ദേഷ്യം മുഴുവനേ നിന്റെ അച്ഛനോടാ. മോൾ അമ്മയോട് പറ അച്ഛനെ വിട്ടേച്ചു വരാൻ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാലോ. കരയണ്ടട്ടോ. കരയാതെന്നേ പുറത്താരോ വന്നല്ലോ. നമുക്ക് പോയി നോക്കാം. കുറച്ചു നേരം ഇവിടെ കിടക്ക്. കരയല്ലേ? ഇത് പിടിച്ചു. ഓ, ഒന്ന് കരയാതിരിക്കന്റെ കൊച്ചേ. സുധനായിരുന്നോ? എന്താ സുധ, കല്യാണമൊരുക്കൊക്കെ എവിടം വരെയായി? ഒന്നും പറയണ്ട സുശീലേ. പ്രഭാവതി ഇതുവരെ എഴുന്നേറ്റ് നടക്കാൻ പോലും ആയിട്ടില്ല. മോളുടെ കല്യാണം ക്ഷണിക്കാൻ മോളെയും കൂട്ടി പോകുമ്പോ കുടുംബത്തും മുതിർന്ന സ്ത്രീകൾ ആരും ഇല്ലേന്നാണ് ചോദിക്കുന്നത്. അല്ലേലും പെൺകുട്ടികളുടെ കല്യാണം അവള് തന്നെ പോയി ക്ഷണിക്കുന്ന പതിവ് നമ്മുടെ ഇടയിൽ പണ്ടേ ഇല്ലല്ലോ. അതെ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ സുധ? പഴയ പോലെ കൂട്ടുകുടുംബമൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ കുടുംബത്തിൽ ആവതുള്ളവർ പോയി ക്ഷണിക്കാനല്ലേ പറ്റൂ. വാ, ചായ എടുക്കാം. അതെല്ലാവർക്കും മനസ്സിലാവണ്ടേ സുശീലേ? പലരും പലരെയും വിലയിരുത്തുന്നത് ആളും അർത്ഥവും നോക്കിയിട്ടല്ലേ. എന്തു പറയാനാ, ഓരോരോ ആചാരങ്ങള്. അല്ല, ഇനിയും കുറെ പേരെ ക്ഷണിക്കാനുണ്ടോ സുധ? ഉണ്ട് സുശീലേ, വളരെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഇനിയും ക്ഷണിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ നല്ല സമയത്ത് അവര് ക്ഷണിച്ച ചടങ്ങുകൾക്കൊക്കെ വിലപ്പെട്ട ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ദരിദ്രനാ. ഞാൻ കൊടുത്തതൊക്കെ എന്റെ മകളുടെ കല്യാണത്തിന് തിരിച്ചു കിട്ടിയെങ്കിലേ എനിക്ക് അവളെ മാന്യമായിട്ട് കെട്ടിച്ചയക്കാൻ പറ്റൂ. ഇനി അവരെയൊക്കെ വിവാഹത്തിന് ഞാൻ വേണ്ട രീതിയിൽ ക്ഷണിച്ചില്ലെന്ന പേരിൽ വരാതിരുന്ന ദേ എന്റെ കാര്യം പരിങ്ങല്ലാവും. സുശീല എതിരൊന്നും പറയരുത്. സുശീല എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഞാനെന്ത് ചെയ്യാനാ? അല്ല, കുറെ നാളായി നമ്മൾ തമ്മിൽ അടുപ്പമൊന്നും ഇല്ലെങ്കിലും നാലാളോട് പറഞ്ഞാ അറിയാവുന്ന ഒരു കുടുംബ പശ്ചാത്തലം നമ്മൾ തമ്മിൽ ഇല്ല സുശീലേ. നീ അല്ലാത്തൊരു അടുത്ത ബന്ധു എനിക്ക് ഈ നാട്ടിൽ വേറെ ഇല്ല. സ്വന്തം നാട്ടിലുള്ള ബന്ധുക്കളൊന്നും എന്നെ സഹായിക്കാൻ വരുത്തൂല്ല. അതുകൊണ്ട് പ്രതിഭയുടെ കല്യാണം ക്ഷണിക്കാൻ സുശീല കൂടി എന്റെ ഒപ്പം വരണം. അത് പിന്നെ പഴയൊന്നും മനസ്സിൽ വെക്കല്ല സുശീലേ. അന്നൊക്കെ നിന്നെ മക്കളെയും ഒരുപാട് ഞാൻ അവഗണിച്ചിട്ടുണ്ട്. അതൊന്നും സുശീലയ്ക്ക് അത്ര പെട്ടെന്ന് മറന്നു കളയാൻ പറ്റില്ല സുധ. അല്ല, നിന്നെ പോലെ പലരും ഉണ്ട് എന്റെ പട്ടികയില്. അല്ല, എന്നാലും എന്റെ മുമ്പിൽ സഹായം ചോദിച്ചു വന്ന് നിന്നെ ഞാൻ തള്ളിക്കളയുന്നില്ല. മകളുടെ കല്യാണം ക്ഷണിക്കാൻ വരാൻ ഞാൻ നിന്റെ കൂടെ. അതിന്റെ നന്ദിയെങ്കിൽ ഇനിയുള്ള കാലം നീ എന്നോട് കാണിക്കണം. അത് നീ എന്നോട് പറയാനുണ്ടോ സുശീലേ? ഈ കുടുംബത്തെ ഇനി ഏത് കാര്യത്തിനും ഞാനുണ്ടാവും. സുശീല എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട എന്റെ ജീവൻ കൊടുത്തും ഞാനത് ചെയ്തിരിക്കും. പോരെ? അപ്പൊ നമുക്ക് നാളെ മുതൽ തുടങ്ങാം. അല്ല, നിനക്ക് ഇന്ന് പറ്റൂല സുശീലേ. ഇനി കല്യാണത്തിന് അധികം ദിവസമില്ല, അതുകൊണ്ടാ. സുധം കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങായിരുന്നു. ഇതിപ്പോഴേ ഇവിടുത്തെ സോന അവളുടെ കൊച്ചിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയിരിക്കുക. അവള് പോയതുപോലെ ഞാനും കൂടി പോയാലേ ആ കൊച്ചിന്റെ കാര്യം എന്താവും? തൊള്ള കീറാൻ കരച്ചിൽ തുടങ്ങി അവിടെ. ഇനി അത് നിർത്തത്തില്ല. ചായ കുടിക്ക്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. കല്യാണം നിശ്ചയം എന്ന് പറയുമ്പോ മോതിരം മാറി വിവാഹ തീയതി കൂടി അറിയിക്കുകയാണോ അതോ?
വിവാഹ തീയതി ഇപ്പൊ കുറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മോതിരം മാറി ബന്ധം ഉറപ്പിക്കാന്ന് മാത്രം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഗ്രഹനില വെച്ച് നോക്കുമ്പോ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. നിശ്ചയം നടക്കട്ടെ, എന്നേക്കാവാം. മോളുടെ കല്യാണത്തിന് മുമ്പായിരിക്കണം. ചിങ്ങം 10-നാണ് മോളുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ചത്. അതെനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ചിങ്ങം 3-ന് മോന്റെ നിശ്ചയം വയ്ക്കാം. അത് കൊള്ളാം. എന്താ മാഷെ? ആയിക്കോട്ടെ അല്ലേ ദാസ്? പിന്നെ അങ്ങനെ മതി. ചിങ്ങം 3 തിങ്കളാഴ്ച 10-നും 10:30-ക്കും അകത്തുള്ള ശുഭമുഹൂർത്തത്തിൽ മോതിരം കൈമാറി കല്യാണം ഉറപ്പിക്കുന്നു. മകളുടെ പേരിലുള്ള വഴിപാടൊക്കെ മുടങ്ങാതെ നടത്തുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്താ ജോത്സരെ? ഒന്നുമില്ല. ഒരു നല്ല കാര്യം നടക്കാനും ദൈവാനുഗ്രഹം ഉണ്ടാകണം. എല്ലാം മംഗളാവട്ടെ. ശരി ശരി ശരി. ഇത് മുഴുവൻ കഴിച്ചു തീർക്കണോട്ടോ ചക്കരെ. ഏതാ കള്ള? നീ മഞ്ചാടി വിളിച്ചില്ലേ ജീരു? വിളിച്ചു. അവളിപ്പോ ഇങ്ങോട്ട് വരും. കാണിക്ക്. മഞ്ചാടി ഇരിക്കും, കഴിക്കാം. അമ്പിളി ചേച്ചി കഴിക്കുന്നില്ല. ഇടിക്കാട്ടോ, ചേച്ചി കിടക്കുക. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. നീ വഴക്കുണ്ടാക്കിയന്റെ വിഷമം അമ്പിളി ചേച്ചിക്ക്. ചെന്ന് വിളിച്ചു നോക്ക്. നീ വിളിച്ചാ ചിലപ്പോ വരും. എനിക്ക് പേടിയാ. അമ്പിളി ചേച്ചി ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ചീരു ചേച്ചിക്ക് വിളിച്ചൂടെ? നിങ്ങൾ തമ്മിലല്ല ആദ്യം വഴക്ക് തുടങ്ങിയത്. ഞാനൊരിക്കലും അമ്പിളി ചേച്ചിയുടെ അടുത്ത് അങ്ങോട്ടേന്ന് വഴക്കുണ്ടാക്കാറില്ല. ഇങ്ങോട്ട് കൊളുത്താൻ വന്ന ഒരു കൈ നോക്കുന്നേ ഉള്ളൂ. നീ അതല്ലല്ലോ ചെയ്തേ. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട മഞ്ചാടി. അമ്പിളി ചേച്ചിക്ക് വിശക്കുമ്പോ ചേച്ചി വന്ന് കഴിച്ചോളൂ. നീ വന്ന് കഴിക്കും.